ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ബ്രക്കോളി കൊണ്ടൊരു കുറുമയാണ്. ബ്രക്കോളി എല്ലാം കഴുകി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കറി നമുക്ക് ചപ്പാത്തിയോടൊപ്പം നല്ലൊരു സൈഡ് ഡിഷാണ്. അരപ്പിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങാ കഷ്ണങ്ങളും കുറച്ച് കാഷ്യൂ നട്ട്സും പിന്നെ ഒരു സ്പൂൺ പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇവയൊന്ന് മാറ്റാം. ഒന്ന് അടിച്ചിട്ട് വരാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പുതിന ഇല കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രക്കോളി കഷ്ണങ്ങളൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് വേണം വഴറ്റിയെടുക്കാൻ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ് ബ്രക്കോളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി. ബ്രക്കോളി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്നാക്സ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ബ്രക്കോളി എല്ലാം നല്ല ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. തീരെ കരിഞ്ഞു പോവേണ്ട. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി അതേ എണ്ണയിൽ തന്നെ ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ നിറമെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളി അരച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ്. കൂടെ മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വീണ്ടും ഒരു 3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കുറച്ച് വെള്ളമൊക്കെ വറ്റുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങയും കശുവണ്ടിയൊക്കെ ചേർത്ത് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ച ശേഷം നമുക്ക് ബാക്കി വരുന്ന അരപ്പിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കറിക്ക് എത്ര വെള്ളമാണോ ആവശ്യം അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വേവിക്കണം. കറി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ബ്രക്കോളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ബ്രക്കോളിയെല്ലാം വീണ്ടും നമുക്ക് കറിയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ബ്രക്കോളിയിൽ ഉപ്പ് ചേർത്താണ് വഴറ്റിയത്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളമൊക്കെ വറ്റി നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വളരെ ഹെൽത്തിയായ ബ്രക്കോളി കുറുമ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.